ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ പ്രശാന്ത്. ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ടൈപ്പിസ്റ്റ് പരീക്ഷയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് MS വേർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻസ് പരീക്ഷ മാത്രമേ ഉള്ളൂ. ഓഗസ്റ്റിൽ ആണ് ഈ പരീക്ഷ വരുന്നത്. അപ്പോൾ ഒരുപാട് സമയങ്ങൾ ഇപ്പോഴും നമുക്ക് ബാക്കിയുണ്ട്. നല്ല രീതിയിൽ തന്നെ പഠിച്ച് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ MS വേർഡ് ആദ്യം എന്താണെന്നുള്ളത് നോക്കാം. എന്നിട്ട് MS വേർഡിൽ പ്രധാനപ്പെട്ട ടാബുകൾ ഏതൊക്കെയാണ്, ടാബ് മെനൂസ് ഏതൊക്കെയാണെന്നുള്ളത് ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം തന്നെ നമുക്ക് നോക്കാം മൈക്രോസോഫ്റ്റ് വേർഡ്. അപ്പോൾ എന്തിനാണ് ഈ മൈക്രോസോഫ്റ്റ് വേർഡ് ഇറക്കിയിരിക്കുന്നത്, ഈ ഒരു സോഫ്റ്റ്വെയർ ഇറക്കിയിരിക്കുന്നത്? അതാണ് ഇവിടെ ആദ്യം ഓർക്കുക. മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് ദ വേർഡ് പ്രോസസ്സിംഗ് കമ്പോണൻറ്റ് ഓഫ് മൈക്രോസോഫ്റ്റ് ഓഫീസ് സൂട്ട്. അപ്പോൾ ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് സൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ MS വേർഡ് ഉണ്ട്, എക്സൽ, മൈക്രോസോഫ്റ്റ് എക്സൽ ഉണ്ട്, അതേപോലെ തന്നെ പവർ പോയിന്റ്, ഇതെല്ലാം കൂടി പാക്ക് ചെയ്തുള്ളതാണ് ഈ ഒരു മൈക്രോസോഫ്റ്റ് സൂട്ട് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ് MS വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് പ്രൈമർലി ടു എൻറ്റർ, അതേപോലെ തന്നെ എഡിറ്റ്, ഫോർമാറ്റ്, സേവ്, റിട്രീവ് ആൻഡ് പ്രിന്റ് ഡോക്യുമെന്റ്സ്. ഓക്കെ, സോ എന്തിനൊക്കെയാണ് നമ്മൾ സാധാരണ MS വേർഡ് ഉപയോഗിക്കുന്നത്? ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എൻ്റർ ചെയ്യാൻ, അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, ഫോർമാറ്റിന് ഉപയോഗിക്കുന്നുണ്ട്, സേവ് ചെയ്ത് റിട്രീവ് ചെയ്യാനും, അതേപോലെ തന്നെ ആ ഡോക്യുമെന്റിനെ പ്രിന്റ് ചെയ്യാനും എല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ MS വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കാം, നോക്കൂ, MS വേർഡ് നമ്മൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ, നമ്മുടെ PC-യിൽ നമ്മൾ MS വേർഡ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് പ്രത്യക്ഷപ്പെടുക, അല്ലേ? അപ്പോൾ ഇതിൽ ടാബുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഏതൊക്കെ ടാബിൽ എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നൊക്കെ നമുക്ക് ഈ ക്ലാസ്സിലൂടെ പഠിക്കാം. അപ്പോൾ ആദ്യമേ ഓർത്ത് വെക്കുക, ഇങ്ങനൊരു വിൻഡോ ആണ് നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, തുറന്നു വരിക MS വേർഡ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൽ തന്നെ ക്ലോസ് മെനുവും അതേപോലെ മിനിമൈസും എല്ലാ മെനുവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മുകളിൽ ഞാനൊരു റെഡ് ഔട്ട്ലൈനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് എന്ത് പറയുക, ടൈറ്റിൽ ബാർ എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ടൈറ്റിൽ ബാറിന് ഇവിടെ ഡോക്യുമെന്റ് 1 ആണ് ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത്, അല്ലേ? അതായത് നമ്മൾ സേവ് ചെയ്യാത്ത ഒരു ഡോക്യുമെന്റ് ആണ് ആക്ച്വലി ഡോക്യുമെന്റ് 1 എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ വരിക. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് സേവ് ചെയ്യാം. അങ്ങനെ സേവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡോക്യുമെന്റ് 1 എന്നുള്ള പേര് മാറി നമ്മൾ എന്തിലാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ പേരിലേക്ക് അത് മാറുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു ഭാഗത്തെ എന്ത് പറയുന്നത്, ഈ ഔട്ട്ലൈൻഡ് ഏരിയ, ഈ റെഡ് ഔട്ട്ലൈൻഡ് ഏരിയ ആണ് എന്ത് പറയുന്നത്, ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇറ്റ് ഡിസ്പ്ലേസ് ദ നെയിം ഓഫ് ഓപ്പൺ പ്രോഗ്രാം, ഇൻ ദിസ് കേസ് മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്. അതെ, ഓപ്പൺ പ്രോഗ്രാം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, മൈക്രോസോഫ്റ്റ് വേർഡ്. ആൻഡ് ദ നെയിം ഓഫ് ദ കറണ്ട് ഫയൽ ഇപ്പോൾ നമ്മൾ സേവ് ചെയ്യാത്ത കൊണ്ട് ഡോക്യുമെന്റ് 1 എന്നുള്ള പേരിൽ തന്നെയാണ് കിടക്കുന്നത്. ഇനി ഇത് സേവ് ചെയ്യുകയാണ് നമ്മൾ നോക്കുന്നത്, മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്, അല്ലേ? അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്, ദിസ് ഫയൽ ഹാസ് നോട്ട് യെറ്റ് ബീൻ സേവ്ഡ്, സോ ഇറ്റ്സ് നെയിം ഇസ് ഡോക്യുമെന്റ് 1 നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഞാനിത് സേവ് ചെയ്യണം, ഏതെങ്കിലും ഒരു പേരിൽ ഞാൻ സേവ് ചെയ്യണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്റ്റൻഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. എക്സ്റ്റൻഷൻ 2 തരത്തിലാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ വരിക. ഒന്നുമില്ലെങ്കിൽ .doc എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ, അല്ലെങ്കിൽ .docx അതേപോലെ തന്നെ DOCXും, ഈ 2 എണ്ണമാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്നത്, ഫയൽ എക്സ്റ്റൻഷൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ തരത്തിലുള്ള ഫയലുകളുടെയും എക്സ്റ്റൻഷൻ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. സാധാരണഗതിയിൽ PSC ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഒരു ഫയൽ എക്സ്റ്റൻഷൻ്റെ പേര് തന്നിട്ട് ഇതിന് എന്തിൻ്റെ ഫയലാണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ അടുത്ത് വന്ന പരീക്ഷകളിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് വീണ്ടും നമുക്ക് ഈ ഒരു പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ എക്സ്റ്റൻഷൻ പേരുകൾ നല്ല രീതിയിൽ തന്നെ ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഈ മൊത്തത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ടൈറ്റിൽ ബ്ലോക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ഇനി നോക്കിയേ, ഈ ഒരു റെഡ് ഇതിൽ കൊടുത്തിരിക്കുന്നതിന് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിബൺ എന്ന് പറയുന്നത്. ഓക്കെ, MS വേർഡ് പല വർഷങ്ങളിൽ ഇതിന് അപ്ഡേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ 2007, 2010 ഇതിലൊക്കെ അപ്ഡേഷൻസ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഈ ഒരു ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിബൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ MS ഓഫീസ് 2007 അതേപോലെ 2010 uses what is referred to as ribbon. ഇതാണ് ഞാൻ റിബൺ എന്ന് പറയുന്നത്, റിബൺ ഇന്റർഫേസ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോണേ, ദ ഏരിയ ഔട്ട്ലൈൻഡ് ഇൻ റെഡ് കംപ്രസസ് ദ റിബൺ, ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. അപ്പോൾ MS വേർഡിലെ റിബൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, അല്ലേ?
ഓക്കെ, ഇനി ടാബുകളിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പം മെയിനായിട്ട് നമുക്ക് ടാബുകൾ എന്ന് പറയുന്നത് നമ്മൾ MS വേർഡിൽ ഉപയോഗിക്കുന്ന ടാബുകളെ കുറിച്ചൊന്ന് പറയാം. ഈ ഒരു സെക്ഷനാണ് ടാബ് സെക്ഷൻ എന്ന് പറയുന്നത്. ഫയൽ, അതേപോലെ തന്നെ ഹോം, ഇൻസേർട്ട്, അതേപോലെ തന്നെ പേജ് ലേഔട്ട് ടാബ്, റെഫറൻസ്, മെയിലിംഗ്, റിവ്യൂ, അതേപോലെ തന്നെ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ടാബുകളുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ടാബുകൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഫയൽ നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ ഹോം, ഇൻസേർട്ടും എക്സെട്ര ഇതൊക്കെ നമ്മൾ പറയണ്ടായി. ഈ ഔട്ട്ലൈൻ്റെ റെഡ് ഇതിനെയാണ് എന്ത് പറയുന്നത്, ടാബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് വലുതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ടാബ് എന്ന് പറയുന്നത്. ഈ പല ടാബുകളിലും പല തരത്തിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈച്ച് ടാബ് ഹാസ് സെവറൽ ഗ്രൂപ്പ് ഓഫ് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ടു ഇറ്റ്. പല ഗ്രൂപ്പുകളും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടാബുകളുടെ അടിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ടാബായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് പലതരത്തിലുള്ള ടാബുകൾ, അതിൻ്റെ കീഴിൽ വരുന്ന ഈ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ഫയൽ ടാബാണ്. അപ്പോൾ എന്താണ് ഈ ഫയൽ ടാബ്? ദ ഫയൽ ടാബ് മെനു കണ്ടെയ്ൻസ് ദ കമാൻഡ്സ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ദ ഫയൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ കോമൺലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയൽ ആയി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഫയൽ ടാബ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഫയൽ ടാബിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫയൽ ടാബിൽ മെയിനായിട്ട് വരുന്നത് സേവ് ഒരു ഓപ്ഷൻ. ഓക്കെ, സേവ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സേവ് ആസ് വരുന്നതും ഈ ഫയൽ ടാബിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം. ഇങ്ങനെ തന്നിട്ട് ഇതിൽ ഏത് ടാബിലാണ് വരുന്നത്, അതേപോലെ തന്നെ ഓപ്പൺ, ക്ലോസ്, ഇനി നമ്മളത് ഈ തുറന്നു വെച്ചിട്ടുള്ള ഈ ഒരു വേർഡ് ഫയലിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് അറിയണം. ഇതേ അതിനും ഇവിടെ തന്നെ എന്തുണ്ട്, ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ റീസെൻറ്റ് ഫയലുകൾ നമ്മൾ തുറന്നത് അതിനും നമുക്ക് കിട്ടും. ഈ റീസെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ പോയി കഴിഞ്ഞാൽ ന്യൂ ഉണ്ട്, അതേപോലെ തന്നെ പ്രിന്റ്, അതേപോലെ തന്നെ സേവ് ആൻഡ് സെൻഡ്, ഹെൽപ്പ് തുടങ്ങിയിട്ടുള്ള മെനു എല്ലാം ഉള്ളത് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ടാബിലാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഫയൽ ടാബിലാണ് ഇത്രയും മെനൂസ് ഉള്ളത് കേട്ടോ. ഏതൊക്കെയാണ്? സേവ്, സേവ് ആസ്, ഓപ്പൺ, ക്ലോസ്, ഇൻഫർമേഷൻ, അതേപോലെ തന്നെ റീസെൻറ്റ്, ന്യൂ, പ്രിന്റ്, സേവ് ആൻഡ് സെൻഡ്, ഹെൽപ്പ് തുടങ്ങിയിട്ടുള്ള മെനു എല്ലാം ഈ പറഞ്ഞിട്ടുള്ള മെനു എല്ലാം ഉള്ളത് ഫയൽ ടാബ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടാബിലാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടാബ് നമ്മൾ നോക്കി. അടുത്ത ടാബിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഹോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാബാണ്. അപ്പോൾ ഹോം ഗ്രൂപ്പിനെയാണ് ഞാനിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ റെഡ് മാർക്കിങ്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഹോമിൽ വരുന്ന, നമ്മൾ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ആ ടാബിൽ പോയി കഴിഞ്ഞാൽ വരുന്ന ഓപ്ഷനുകളാണ് ഇവിടെ ഇത്രയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, എന്താണ് ഈ പറഞ്ഞ ഹോം ടാബ്? ഹോം ടാബ് ഗ്രൂപ്പ്സ് കണ്ടെയ്ൻസ് ദ കമാൻഡ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ദ ഫോർമാറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഓഫ് എ ടെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ടെസ്റ്റിൻ്റെ ഫോർമാറ്റിങ്ങിനും ഈ എഡിറ്റിങ്ങിനെ എല്ലാം കോമൺലി അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാം കൂടിയിട്ടുള്ള ആ ഒരു ടാബിനെയാണ് എന്ത് പറയുന്നത്, ഹോം ടാബ് എന്ന് പറയുന്നത്. ഇനി ഈ ഹോം ടാബിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ നോക്കൂ, ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് ക്ലിപ്പ് ബോർഡ്. ആ ക്ലിപ്പ് ബോർഡിലാണ് എന്ത് വരുന്നത്, കട്ട്, കോപ്പി, പേസ്റ്റ് തുടങ്ങിയിട്ടുള്ള കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഈ ക്ലിപ്പ് ബോർഡിലാണ് വരുന്നത്. ക്ലിപ്പ് ബോർഡിന് തൊട്ടിപ്പുറത്താണ് ഫോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ കിടക്കുന്നത്. ഈ ഫോണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന ഫോണ്ട് അപ്പോൾ നമുക്ക് മാറ്റാം. ഇപ്പോൾ കാലിബറി ബോഡിയാണ് ഇതിൽ കിടക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ സൈസ് മാറ്റാം. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ഈ ഫോണ്ടുമായി ബന്ധപ്പെട്ടിട്ടാണ്. അടുത്തത് പാരഗ്രാഫ് സെറ്റിംഗ് ആണ്. പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു ഓപ്ഷൻ പാരഗ്രാഫ്. പിന്നീട് പല സ്റ്റൈലുകളും നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സ്റ്റൈലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ എവിടെയാണ്, ഈ ഓപ്ഷനുകളെല്ലാം ഏത് ടാബിൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ആൻഡ് അവസാനം എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയിട്ടുണ്ട്. ഇത് കൂടിയിട്ട് ഈ ഹോം ടാബിന് അടിയിൽ വരുന്നതാണ്. അത് നല്ല രീതിയിൽ തന്നെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഹോം ടാബിന് അണ്ടറിൽ വരുന്ന ഓപ്ഷൻസ് ആണ് ക്ലിപ്പ് ബോർഡ്, അതേപോലെ തന്നെ ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈല്, അതേപോലെ തന്നെ എഡിറ്റിംഗ് തുടങ്ങിയിട്ടുള്ള ഓപ്ഷനുകളെല്ലാം. അടുത്ത ടാബിലേക്ക് പോകുന്നു. അടുത്ത ടാബ് എന്ന് പറയുന്നത് ഏതാ, ഇൻസേർട്ട് ടാബാണ്. അപ്പോൾ എന്താണ് ഇൻസേർട്ട് ടാബ് നമുക്ക് MS വേർഡിൽ തരുന്നത്? contains the commands most commonly associated with the adding something to the document. ആഡിങ് ആണ്. അത് ആ പേര് കൃത്യമായി പറയുന്നുണ്ട്. ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ പേരിൽ തന്നെയുണ്ട്. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഡോക്യുമെന്റിൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ പറഞ്ഞ ഇൻസേർട്ടിൽ ഇതേപോലെ തന്നെ ആദ്യം തന്നെ നോക്കൂ, പേജസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. ദെൻ ഈ പറഞ്ഞ ഡോക്യുമെന്റിൽ നമുക്ക് ടേബിളുകൾ എൻ്റർ ചെയ്യാം. അടുത്ത് നോക്കിയത് ടേബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ദെൻ ഇല്ലുസ്ട്രേഷൻസ്, ഇതിൽ പിക്ചർ, അതേപോലെ തന്നെ ക്ലിപ്പ് ആർട്ട്, പിന്നീട് ഷേപ്പ്, സ്മാർട്ട് ആർട്ട്, ചാർട്ട്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇല്ലുസ്ട്രേഷൻസ് വഴി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും.
ദെൻ അനദർ ലിങ്ക് ആണ്. ലിങ്ക് എന്ന് പറയുമ്പോൾ ഹൈപ്പർ ലിങ്ക്, ബുക്ക് മാർക്ക്, ക്രോസ് റെഫറൻസ്, ഇതൊക്കെ ഈ ലിങ്കിൽ വരുന്നതാണ്. ദെൻ അടുത്തത് ഹെഡർ ആൻഡ് ഫൂട്ടർ. ഇതും ഏതിലാണ്? ഇൻസേർട്ടിൽ തന്നെ വരുന്നതാണ് കേട്ടോ. ഹെഡർ ആൻഡ് ഫൂട്ടർ. ടെക്സ്റ്റ് ഇതേപോലെ തന്നെ പലതരത്തിലുള്ള ടെക്സ്റ്റുകൾ നമുക്ക് മാറ്റാൻ പറ്റും. വേർഡ് ആർട്ടൊക്കെ ഈ ടെസ്റ്റിലാണ് വരുന്നത്. വേർഡ് ആർട്ട് ടെസ്റ്റിലാണ് വരുന്നത്, ഇല്ലുസ്ട്രേഷൻസിലല്ല, ഓർത്ത് വെക്കുക കേട്ടോ. അതേപോലെ തന്നെ സിമ്പിൾസ് ആഡ് ചെയ്യാനല്ല നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഈ ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനാണ്, ഈ ഒരു ടാബാണ് ഉപയോഗിക്കുന്നത്. ആ ടാബിലുള്ള ഓപ്ഷൻസ് ആണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? പേജ്, ടേബിൾ, ഇല്ലുസ്ട്രേഷൻസ്, ലിങ്ക്സ്, ഹെഡർ ആൻഡ് ഫൂട്ടർ, ടെക്സ്റ്റ്, അതേപോലെ തന്നെ സിമ്പിൾസ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കട്ടെ. ഇതൊക്കെ ഏതിലാണ് വരുന്നത്? ഇതെല്ലാം വരുന്നത് ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാബിലാണ്. ബാക്കി ഓപ്ഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇനി നമുക്ക് സമയമുണ്ട് പഠിക്കാൻ. നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? സമയമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ ടൈപ്പിസ്റ്റിന് വേണ്ടി മാത്രം തൂലിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു മെയിൻ എക്സാം മാത്രമേ ഇതിലുള്ളൂ. ഓഗസ്റ്റിലാണ് എക്സാം വരുന്നത്. ഇനിയും നമുക്ക് സമയമുണ്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാൻ. അപ്പോൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് ജോയിൻ ചെയ്യുക. ഇപ്പം തന്നെ എന്ത് ചെയ്യുക? പഠിച്ച് തുടങ്ങുക. കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? ഒന്ന് ബന്ധപ്പെടുക കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ ടാബിൻ്റെ കഴിഞ്ഞിട്ടില്ല, അടുത്ത ടാബിലേക്ക് ഞാൻ പോകുന്നു. അടുത്ത ടാബ് എന്ന് പറയുന്നത് പേജ് ലേഔട്ട് ടാബാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് കണ്ടെയ്ൻസ് ദ കമാൻഡ്സ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് സെറ്റിംഗ്സ് ദാറ്റ് വുഡ് അഫക്റ്റ് ദ എൻറ്റയർ പേജ് ഓർ ഡോക്യുമെന്റ്. അതായത് ആ പേജ് ലേഔട്ടിനെ തന്നെ മാറ്റാൻ കഴിവുള്ള ഒരു ലേഔട്ട്, അതായത് ഒരു ടാബാണ് പേജ് ലേഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണുള്ളത്? തീംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് പേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഇതിൽ മാർജിനും ഓറിയന്റേഷനും സൈസും പേജ് സൈസൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ദെൻ ബാക്ക്ഗ്രൗണ്ട്, ആ പേജ് ബാക്ക്ഗ്രൗണ്ടിലാണ് നമുക്ക് ഈ വാട്ടർ മാർക്ക് കൊടുക്കാനൊക്കെ നമുക്ക് പറയാം. അത് പേജ് കളർ കൊടുക്കാനും പേജിന്റെ ബോർഡേഴ്സ് ഒക്കെ കൊടുക്കാൻ ഈ പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ദെൻ പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ദെൻ അറേഞ്ച്, ആ പൊസിഷനും അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ആ പേജിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് പേജ് ലേഔട്ടിൽ അവസാനമായിട്ട് വരുന്നത്. അപ്പോൾ ഇതും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എന്തൊക്കെയാണ്? തീംസ് വരുന്നുണ്ട് ഈ പറഞ്ഞ പേജ് ലേഔട്ട് ടാബിൽ. തീംസ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ്, അതേപോലെ തന്നെ പേജ് സെറ്റപ്പ്, പേജ് ബാക്ക്ഗ്രൗണ്ട്, പാരഗ്രാഫ്, അറേഞ്ച് തുടങ്ങിയിട്ടുള്ള ഓപ്ഷനുകളെല്ലാം എന്തിലാണ് വരുന്നത്? പേജ് ലേഔട്ട് ടാബ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടാബിലാണ് വരുന്നത് കേട്ടോ. അടുത്ത നമുക്ക് നോക്കുന്നത് റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബാണ്. എന്തിനാണ് ഈ റെഫറൻസ് ഉപയോഗിക്കുന്നത്? ഇറ്റ് കണ്ടെയ്ൻസ് ദ കമാൻഡ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ദ റൈറ്റിംഗ് എ റിസർച്ച് പേപ്പർ. ശ്രദ്ധിക്കുക, അപ്പോൾ റിസർച്ച് പേപ്പറിന് വേണ്ടിയിട്ട് മെയിൻലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ടാബ് ഏതാണെന്ന് ചോദിക്കാം. ഏത് ടാബാണ്? അത് റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബാണ്. ഇതിൽ റിസർച്ച് വർക്ക് മാത്രമല്ല, റിസർച്ച് പേപ്പർ മാത്രമല്ല, എസ്സേ, അതേപോലെ തന്നെ ടേം പേപ്പർ ഓർ സിമിലർലി ഫോർമൽ ഡോക്യുമെന്റ്സ്, ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടാബാണ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്. ഇവിടെ റെഫറൻസിൽ വരുന്ന ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ഓപ്ഷനാണ് ടേബിൾ ഓഫ് കണ്ടന്റ്. നമ്മൾ ഒരു റിസർച്ച് പേപ്പറൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടേബിൾ ഓഫ് കണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ടേബിൾ ഓഫ് കണ്ടന്റ്. ദെൻ ഫൂട്ട് നോട്ടുകൾ, അടിയിൽ വരുന്ന ഫൂട്ട് നോട്ടുകൾക്ക് വേണ്ടിയിട്ട്. അതേപോലെ സൈറ്റേഷൻ ആൻഡ് ബിബ്ലോഗ്രഫി വരുന്നുണ്ട്, ക്യാപ്റ്റൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻഡെക്സ്, ക്യാപ്ഷൻസ് ആണ് ഇൻഡെക്സ്, അതേപോലെ തന്നെ ടേബിൾ ഓഫ് അതോറിറ്റീസ്. ഇതെല്ലാം വരുന്നത് ഏതാണ്? റെഫറൻസ് ടാബിലാണ് ഇതെല്ലാം വരുന്നത്. ഒന്നുകൂടി പറയാം, ടേബിൾ ഓഫ് കണ്ടന്റ്സ്, അതേപോലെ തന്നെ ഫൂട്ട് നോട്ട്സ്, സൈറ്റേഷൻ ആൻഡ് ബിബ്ലോഗ്രഫി, ക്യാപ്ഷൻസ്, ഇൻഡെക്സ്, അതേപോലെ തന്നെ ടേബിൾ ഓഫ് അതോറിറ്റീസ് എല്ലാം വരുന്നത് ഏതിലാണ്? ഈ റെഫറൻസ് ടാബ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബിലാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് MS വേർഡ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഒന്ന് നല്ല രീതിയിൽ തന്നെ നോക്കി പോകണം. ഇതൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ് ഈ ഫൂട്ട് നോട്ടും ഹെഡറും ഫൂട്ടറും എവിടെ വരും. ഇപ്പോൾ നോക്കി ഹെഡറും ഫൂട്ടറും നമ്മൾ പഠിച്ചു അല്ലേ, ഇൻസേർട്ടിൽ നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഫൂട്ട് നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതാണ്, അത് റെഫറൻസിലാണ് വരുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത മെയിലിംഗ് ടാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബാണ്. അപ്പോൾ അതിൽ വരുന്നത് മെയിനായിട്ടും ഇറ്റ് കണ്ടെയ്ൻസ് ദ കമാൻഡ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ഡോക്യുമെന്റ്സ് ആൻഡ് ഫയൽ ക്രിയേറ്റഡ് ഫോർ മാസ് മെയിലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാബാണ് ഈ മെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ്. മെയിലിംഗിൽ വരുന്നത് മെയിനായിട്ട് ക്രിയേറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് ഉണ്ട്, റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡ്സ്, അതേപോലെ തന്നെ പ്രിവ്യൂ റിസൾട്ട്, ഫിനിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് എല്ലാം ഈ ഒരു മെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബിൽ വരുന്നുണ്ട്. ഇനി 2 ടാബ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തൊരു ടാബ് എന്ന് പറയുന്നത് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബാണ്. ഇതും ഒരു ഗ്രൂപ്പ് ഓഫ് കമാൻഡ്സ് ആണ്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ റിവ്യൂ ടാബിൽ വരുന്നതാണ്
കമാൻഡ്സ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ഡോക്യുമെന്റ്സ് വിച്ച് ആർ ഷെയർഡ് ഓർ ബീയിങ് പ്രിപ്പയർഡ് ഫോർ പബ്ലിക്കേഷൻ. അപ്പോൾ എന്താണ് പബ്ലിക്കേഷന് മെയിനായിട്ട് പബ്ലിക്കേഷന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കണം. അതേപോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്, അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് നോക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്. ഒന്ന് റിവ്യൂ ചെയ്യാൻ, ആ ഡോക്യുമെൻ്റ് ഒന്ന് റിവ്യൂ ചെയ്യാൻ. ഇവിടെ വരുന്ന മെയിൻ കമാൻഡ്സ് ജസ്റ്റ് നോക്കി പ്രൂഫിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡാണ്. അപ്പോൾ റിവ്യൂവിൽ മെയിൻ ആയിട്ടുള്ളതാണ് ഈ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വരുന്നുണ്ട്. ദെൻ വരുന്ന ലാംഗ്വേജ് വരുന്നുണ്ട്. ദെൻ കമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കമാൻഡ് വരുന്നുണ്ട്. ട്രാക്കിംഗ് വരുന്നുണ്ട്. ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്താനാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമാൻഡും. പ്രിപ്പയർ ഉണ്ട്. പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞുള്ള, അതായത് ഈ പറഞ്ഞ ഡോക്യുമെന്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കുറെ ഫെസിലിറ്റീസും ഇതിൽ വരുന്നുണ്ട്. ഇതാണ് ഏതെന്ന് പറയുന്നത് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്. ഇനി അവസാനത്തെ ടാബാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടാബാണ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്. അപ്പോൾ അതെന്താണ് വ്യൂ എന്ന് പറയുന്നത്? ജസ്റ്റ് നോക്കാം. ഗ്രൂപ്പ്സ് കണ്ടെയ്ൻ ദ കമാൻഡ്സ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ദ വെറൈറ്റി ഓഫ് വേസ് യു ക്യാൻ ലുക്ക് അറ്റ് എ ഡോക്യുമെന്റ് ഓർ ഡോക്യുമെന്റ്. പല രീതിയിൽ നമ്മൾ ആ ഡോക്യുമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നോക്കി കാണാൻ പറ്റും. ഈ ഒരു ഇതാണ് നമുക്ക് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ടാബ് നമുക്ക് ഓപ്ഷനായിട്ട് തരുന്നത്. അപ്പോൾ നമുക്ക് ആ പേരിൽ തന്നെയുണ്ട് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാബ്. ഇതിൽ വരുന്നതാണ് ഒന്ന് ഡോക്യുമെന്റ് വ്യൂ. പലതരത്തിൽ നമുക്ക് ഡോക്യുമെന്റ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു, മാറ്റി നമുക്ക് നോക്കാം. അടുത്ത് ഷോ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കമാൻഡാണ്. ദെൻ സൂം എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ്, ആ ഡോക്യുമെന്റ് നമുക്ക് എത്രത്തോളം സൂം ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ വിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു കമാൻഡ്. ദെൻ അറ്റ് ലാസ്റ്റ് മാക്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് കൂടിയിട്ടുണ്ട്. ഇതാണ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ടാബിലുള്ള മെയിൻ ആയിട്ടുള്ള കമാൻഡുകൾ. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഡോക്യുമെന്റ് വ്യൂ, ഷോ, അതേപോലെ തന്നെ സൂം, വിൻഡോ, മാക്രോ തുടങ്ങിയിട്ടുള്ളതെല്ലാം വ്യൂ ടാബിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കമാൻഡുകളാണ്. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MS വേർഡിലെ പ്രധാനപ്പെട്ട കമാൻഡുകൾ എന്ന് പറയുന്നത്. ഇത് നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇത്രയും കമാൻഡുകൾ, അതേപോലെ തന്നെ അതിൽ വരുന്ന, അതായത് ടാബുകളും അതിൻ്റെ താഴെ വരുന്ന ഓപ്ഷനുകളും അല്ലെങ്കിൽ കമാൻഡുകളും ഇത്രയൊക്കെയാണ്. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇനി ഈ ഒരു പരീക്ഷയെക്കുറിച്ച് അറിയാൻ, ടൈപ്പിസ്റ്റ് പരീക്ഷയെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയാൻ, ഇതിലെങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം, എന്തൊക്കെയാണ് നമ്മൾ ഫോക്കസ് ഏരിയ തുടങ്ങായി ബന്ധപ്പെട്ട് ഒരു ഫ്രീ വെബിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതെപ്പോഴാണ്? ജൂൺ 8-ാം തീയതി 7 മണിക്കാണ് ഈ ഫ്രീ വെബിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഫ്രീ വെബിനാറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ പോയി ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഓർത്തു വെക്കുക, ജൂൺ 8-നാണ് 7 മണിക്കാണ്, രാത്രി 7 മണിക്കാണ് ഈ ഒരു ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സിൻ്റെ ഫ്രീ വെബിനാർ വരുന്നത്. മെയിൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. നല്ല രീതിയിൽ തന്നെ പഠിക്കാം. എങ്ങനെയൊക്കെ നമുക്ക് റാങ്ക് സ്കോറിങ് മേഖലകളൊക്കെ ആയി ബന്ധപ്പെട്ട് ശില്പ ടീച്ചറാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വെബിനാർ നയിക്കുന്നത്. ഓക്കെ, സോ ഈ വെബിനാറിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പഠിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.